കിരാന ഹിൽസിൽ നമ്മൾ ആക്രമണം നടത്തിയിരുന്നു ഈ പഹൽഗാമിന് തിരിച്ചടി എന്ന നിലയിൽ. ഇപ്പോൾ അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നു. അല്ല, അതിപ്പോൾ ഒരാൾ ഗൂഗിൾ എർത്തുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ എർത്തിലെ ചിത്രങ്ങൾ എക്സിൽ പ്രസിദ്ധീകരിച്ചതാണ് ഇപ്പോൾ വാർത്തയാവുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കിരാന ഹിൽസ് എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ ആണവ സ്റ്റോക്ക് പൈൽസ്, ആണവായുധങ്ങൾ സംഭരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമല്ല, പലയിടത്തുണ്ട്. അതിൽ ഒരു സ്ഥലമാണ് ഈ കിരാന ഹിൽസ്. സർഗോദ ജില്ലയിലെ നൂർഖാൻ ബേസിനോടൊക്കെ അടുപ്പിച്ചിട്ടാണ് എന്ന് ഈ കിരാന ഹിൽസ് എന്ന് പറയപ്പെടുന്നു. സർഗോദ ജില്ലയാണ്. അപ്പോൾ ഏതായാലും അതിലേക്ക് വരും മുമ്പ് 2-3 ആഴ്ച മുമ്പ് ഒരു വലിയ വാർത്തയല്ലാതെ എന്നാൽ ചില തരത്തിലൊക്കെ പരാമർശിക്കപ്പെട്ടു പോയ ഒരു പേരുണ്ട്. അമേരിക്കൻ ചാരസംഘടനയായ CIA ഏജൻറ്റ് ജോൺ കരിയക്കോവ് പറഞ്ഞു, പാകിസ്ഥാൻ്റെ പക്കൽ ആണവായുധങ്ങളുണ്ട്, പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നത് ഒരു സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അമേരിക്കൻ മിലിറ്ററി ഓഫീസറാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പക്കലുള്ള ആണവായുധം ഇതിൻ്റെ കസ്റ്റോഡിയൻ അമേരിക്കയാണ് എന്ന്, അമേരിക്കൻ സൈന്യമാണെന്ന് ജോൺ കരിയക്കോവ് പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായ വാർത്തയാണ്. കേരളത്തിൽ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ വന്നു. എനിക്ക് നമ്മളും എവിടെയോ പരാമർശിച്ചു പോയിട്ടുണ്ട് CIA ഏജൻറ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുള്ളൂ. നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ സാധാരണ നമുക്ക് തോന്നും അസംഭവ്യം. കാരണം ഒരു രാജ്യം, പാകിസ്ഥാനും ഒരു സോവറിൻ കൺട്രിയാണ്, പരമാധികാര രാജ്യമാണ്, അല്ലേ? ഇസ്ലാമിക രാജ്യമാണെങ്കിലും പരമാധികാര രാജ്യമാണ്. അപ്പോൾ ഒരു പരമാധികാര രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആണവായുധമുള്ള രാജ്യങ്ങൾ. സ്വന്തമായി ആണവായുധമുള്ള രാജ്യങ്ങളിൽ 2 വിരലിലെണ്ണാവുന്നത് ഇന്നും ലോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു പരമാധികാര രാജ്യം ആണവ ബോംബുകൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ നിയന്ത്രണം അമേരിക്ക പോലൊരു രാജ്യത്തിന് കൈമാറുമോ? അപ്പോൾ ജോൺ കരിയക്കോവ് പറഞ്ഞത് തെറ്റാണ് എന്നാണ് ഒരു വിലയിരുത്തലുണ്ടായി. ജോൺ കരിയക്കോവ് വെറുതെ കൈയ്യടി കിട്ടാനും മീഡിയ അറ്റൻഷൻ കിട്ടാൻ ഉണ്ടാക്കിയ ഒരു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ നോക്കൂ, ജോൺ കരിയക്കോവ് എന്ന് പറയുന്ന CIA ഏജൻറ്റിനെ നമ്മളാരും കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടുമില്ല. അയാളിപ്പോൾ ലോകത്തെമ്പാടുമുള്ള പ്രതിരോധ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളുടെ നാവിൻ തുമ്പിൽ ജോൺ കരിയക്കോവ് എന്നുള്ള പേരുണ്ട്. കാരണം ഈ ഒരു വെളിപ്പെടുത്തൽ അങ്ങനെ ഒരു തള്ളായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ ആണവായുധങ്ങൾ അമേരിക്കയിൽ മാത്രമാണ് ഉള്ളത് അല്ല എന്നാണ് ഉത്തരം. അമേരിക്ക നാറ്റോ രാജ്യങ്ങളായ കാനഡയിൽ ആണവായുധങ്ങൾ വെച്ചിട്ടുണ്ട്, ഇറ്റലിയിലുണ്ട്, തുർക്കിയിൽ പോലുമുണ്ട്. ഡസൺ കണക്കിന് വാർഹെഡ്സ് അമേരിക്ക അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാകിസ്ഥാനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ജൈവികമായി ഉണ്ടായ രാജ്യമല്ല. നമ്മൾ ലോകത്തെ പല രാജ്യങ്ങളും സ്വാഭാവികമായി ഇന്ത്യ ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. ഇന്ത്യക്കൊരു സൃഷ്ടാവില്ല, ഉണ്ടോ? പക്ഷെ പാകിസ്ഥാൻ്റെ ഒരു സൃഷ്ടാവുണ്ട്, ബംഗ്ലാദേശിൻ്റെ സൃഷ്ടാവുണ്ട്. ബംഗ്ലാദേശിൻ്റെ സൃഷ്ടാവ് ഷെയ്ഖ് മുജീബ് റഹ്മാനാണ്, അതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ്. പാകിസ്ഥാൻ ഉണ്ടായത് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ആൾ, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, ഡയറക്റ്റ് ആക്ഷൻ നടത്തി ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്ത് ഞങ്ങൾക്ക് രാജ്യം തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിലും വലിയ കലാപം ഉണ്ടാക്കുമെന്ന് കാണിച്ചിട്ട് വില പേശി വാങ്ങിച്ചെടുത്ത രാജ്യമാണ്, സൃഷ്ടിക്കപ്പെട്ട രാജ്യമാണ്. അങ്ങനെ പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഒരു പാശ്ചാത്യ അജണ്ടയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, പാകിസ്ഥാൻ നിലനിൽപ്പ് എല്ലാം ഒരു വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഡിസൈനിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. മാത്രമല്ല, ഇന്ത്യ ഭൂഖണ്ഡത്തിൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾക്ക് ഒരു അടിമ രാജ്യമായിരുന്നു. കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ വലിയ പവറായിട്ടുള്ള USSR ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ റഷ്യ, പിന്നെ ചൈനയുണ്ട്, പിന്നെ ഒരു ശക്തിയായി വളർന്നു വരുന്ന ഇന്ത്യയുണ്ട്. ഇവരെ 3 പേരെയും ഭാവിയിൽ നേരിടേണ്ടി വന്നാൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന, ഞങ്ങൾ പറയുന്ന എന്തും അനുസരിക്കുന്ന ഒരു അടിമ രാജ്യം ഈ മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ വേണമായിരുന്നു. അതാണ് പാകിസ്ഥാൻ. അത് നമ്മൾ ആലോചിക്കണം. പാകിസ്ഥാനെ നിരന്തരം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള മണ്ണായി ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കൂ, 80കളിലാണല്ലോ സോവിയറ്റ് യൂണിയനുമായിട്ട് USSRുമായിട്ട് ചില ക്ലാഷ് ഉണ്ടാകുമ്പോൾ സോവിയറ്റ് യൂണിയനെതിരെയുള്ള നീക്കങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ആരംഭിച്ചത്. ഈ ഒരു പക്ഷേ ഈ 80കളിൽ തന്നെ ചില പ്രതിരോധ വിദഗ്ധന്മാർ പറയുന്നുണ്ട്, അതായത് 80കളിൽ സോവിയറ്റ് യൂണിയനുമായി നേരിട്ട് അമേരിക്ക ഒരു യുദ്ധത്തിലേക്കോ സംഘർഷത്തിലേക്കോ ഏറ്റുമുട്ടലിലേക്കോ പോയേക്കാവുന്ന സാഹചര്യം കണക്കിലെടുത്ത് അമേരിക്ക F-16 വിമാനങ്ങൾ 80കളിലാണ് പാകിസ്ഥാൻ കൊടുത്തത്. F-16 വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ്. എന്തിനാണ് അന്ന് വരെ ആണവശേഷി ഇല്ലാതിരുന്ന പാകിസ്ഥാന്
അമേരിക്ക F-16 വിമാനങ്ങൾ കൊടുത്തത്. തീർച്ചയായും പാകിസ്ഥാനിൽ അമേരിക്ക കൊണ്ടുവച്ചിരിക്കുന്ന ആണവായുധങ്ങളുണ്ട്. അത് പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ ഉപയോഗിച്ച് വേണ്ടി വന്നാൽ ചൈനയിലോ റഷ്യയുടെ ഒരു പ്രത്യേകത, സോവിയറ്റ് യൂണിയൻ്റെ അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രത്യേകത, ലോകത്ത് 2 ഭൂഖണ്ഡങ്ങളിലായി ഏഷ്യയിലും യൂറോപ്പിലുമായും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന, നമ്മളും ഇന്ത്യ ഏഷ്യയിൽ മാത്രമാണ്, ചൈന ഏഷ്യയിൽ മാത്രമാണ്. പക്ഷേ റഷ്യയും പഴയ സോവിയറ്റ് യൂണിയനിലും യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ച് കിടക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ യൂറോപ്യൻ രാജ്യവുമാണ് ഏഷ്യൻ രാജ്യവുമാണ് സോവിയറ്റ് യൂണിയൻ, ഈ റഷ്യയും. അതുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഒരു തന്ത്രപ്രധാന കേന്ദ്രമായിട്ട് പാകിസ്ഥാനെ അമേരിക്ക പണ്ടേ ചൂസ് ചെയ്തിരുന്നു, നാറ്റോ പണ്ടേ ചൂസ് ചെയ്തിരുന്നു. ഇന്ത്യ നിൽക്കില്ല, ഇന്ത്യക്ക് USSRുമായിട്ട് നല്ല ബന്ധം, പോരാത്തതിന് ചേരിചേരാ നയം എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ സോവിയറ്റ് പക്ഷത്തായിരുന്നു, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ നോക്കൂ, ഈ ആണവശേഷിയുള്ള രാജ്യങ്ങൾ, ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ ഫ്രാൻസ്, ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആണവശേഷി കൈവരിച്ചതിനൊപ്പം തന്നെ അവർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സ്പേസ് ടെക്നോളജിയിലും മുടിചൂടാമന്നന്മാരാണ്. പാകിസ്ഥാൻ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഈ ആണവായുധം മാത്രം ഉണ്ടാക്കി ക്വിൻ്റൽ കണക്കിന് യുറേനിയം ഐസോട്ടോപ്പുകൾ, ഈ U-235 പോലുള്ള ഐസോട്ടോപ്പുകൾ പാകിസ്ഥാൻ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? പാകിസ്ഥാനിലെ പേര് കേട്ട ഒരു ശാസ്ത്രജ്ഞൻ്റെ പേര് പറഞ്ഞേ. അമേരിക്കൻ ശാസ്ത്രജ്ഞൻ്റെ പേരറിയാം, വേണ്ടി വന്നാൽ ജൂതന്മാരായിട്ടുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ അറിയാം. ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഒരു പ്രതിഭ എന്ന് പറയാൻ ഒരാളെ ചൂണ്ടിക്കാട്ടാനുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ കട്ടിങ് എഡ്ജ് ടെക്നോളജി, സ്പേസ് രംഗത്ത് അല്ലെങ്കിൽ ടെക്നോളജി രംഗത്ത്, ശാസ്ത്ര രംഗത്ത് ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടില്ലാത്ത പാകിസ്ഥാൻ യുറേനിയം സമ്പുഷ്ടീകരിച്ച് ഈ 235 യുറേനിയം 235 ഐസോട്ടോപ്പുകൾ ഉണ്ടാക്കി ആണവ ബോംബ് ഉണ്ടാക്കി എന്ന് പറയുന്നതിനകത്ത് അസ്വാഭാവികമായ ഒരു കാര്യമുണ്ട്. പിന്നെ അമേരിക്ക അറിയാതെയാണ് ഇവരിതുണ്ടാക്കിയെന്ന് പറയുന്നത്. അതിലൊക്കെ ഒരു ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് 1998 ആണല്ലോ നമ്മൾ ബുദ്ധൻ ജനിക്കുന്നു എന്നുള്ള പേരിൽ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത്. നമ്മൾ ആണവ പരീക്ഷണം നടത്തിയിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ നടത്തി. അതെ. അപ്പോൾ ഒറ്റ മാസത്തെ ഗ്യാപ്പ് കൊണ്ട് ഇന്ത്യ പൊട്ടിച്ച ഉടനെ പാകിസ്ഥാൻ പൊട്ടിച്ചു. അപ്പോൾ ഇതിനകത്തൊരു സുഖമില്ലാത്ത കാര്യമുണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് വിക്രം സാരാഭായി ഉണ്ട് സ്പേസ് ടെക്നോളജി രംഗത്ത്, ഹോമി ബാബയുണ്ട് അല്ലേ, പിന്നെ അബ്ദുൽ കലാം പോലെയുള്ള ആണവ മിസൈൽമാനൊക്കെ അറിയുന്ന ശാസ്ത്രജ്ഞന്മാർ. പാകിസ്ഥാൻ ആരുണ്ട്? അപ്പോൾ പിന്നെ പാകിസ്ഥാൻ എവിടുന്ന് ആണവായുധം കിട്ടി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് ജോൺ കരിയക്കോവ് പറഞ്ഞത് ശരിയാണ്. പാകിസ്ഥാൻ്റെ ആണവായുധം പാകിസ്ഥാനുണ്ട്, പക്ഷേ അത് പാകിസ്ഥാൻ്റെ അല്ല, അമേരിക്ക അവിടെ കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്നു. നീ വേണമെങ്കിൽ ഇന്ത്യയോട് മല്ലടിക്കുമ്പോൾ നിൻ്റെയാണെന്ന് പറഞ്ഞോ എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടാവാം, പാകിസ്ഥാനോട് അമേരിക്ക പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഒരു ചിത്രം. JD വാൻസ്, ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന JD വാൻസ് തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ഒരു പ്രസംഗം നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന UK എന്ന് പറയുന്ന ബ്രിട്ടൻ ഇത്തരത്തിൽ പോയാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ ആണവായുധം സ്വന്തമായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാമിക രാജ്യമായി മാറും. ശ്രദ്ധിച്ചോ, ആണവായുധം എന്നല്ല, ആണവായുധം സ്വന്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം സംശയമാണ്, അപ്പോൾ സ്വന്തമായിട്ട് ആണവായുധം പാകിസ്ഥാനില്ലേ? പാകിസ്ഥാനുണ്ട്, അത് സ്വന്തമായിട്ടുള്ളതല്ല എന്നാണ് JD വാൻസ് പറഞ്ഞതിൻ്റെ അർത്ഥം. വളരെ ക്ലിയറാണ്. നോക്കൂ, ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്കൊന്നും ആണവായുധം ഉണ്ടാകാൻ പാടില്ലെന്ന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നയമാണ്. ഇത് പറഞ്ഞിട്ടാണ് ഇറാനെ ആക്രമിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെ ആണവായുധത്തെക്കുറിച്ച് ഇസ്രായേലിന് ആശങ്കയില്ല, അമേരിക്കയ്ക്ക് ആശങ്കയില്ല. കാരണം എന്താണ്? അവിടെയാണ് ജോൺ കരിയക്കോവ് പറയുന്നത് പ്രസക്തമാകുന്നത്. ഏത്? പാകിസ്ഥാനിൽ ആണവായുധമുണ്ട്, പക്ഷേ അത് പാകിസ്ഥാൻ്റെ അല്ല, ആരുടെയാണ്? അമേരിക്കയുടെ. ഇതാണ് ഒരു ചിത്രം. ഇനി നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് വരണം. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു മെയ് 10 തീയതി നമ്മൾ പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസ് അടക്കമുള്ളത് അടിച്ച് തകർത്ത് കളഞ്ഞ ഉടനെ അമേരിക്കയിലെ ഏറ്റവും വലിയ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ മിലിറ്ററി ബോഡിയാണ് NCA മീറ്റിംഗ് കൂടും, നാഷണൽ കമാൻഡ് അതോറിറ്റി കൂടിയിട്ട്. അപ്പോൾ ചില വാർത്തകൾ അവിടെ NCA ചേരുന്നു, ഇന്ത്യക്കെതിരെ ചിലപ്പോൾ ആണവായുധം പ്രയോഗിക്കാൻ ആലോചന ഉണ്ടെന്ന തരത്തിലൊക്കെ വാർത്ത വന്നു. പക്ഷേ NCA കൂടിയിട്ട് പറഞ്ഞത് ഇതാണ് സാഹചര്യം, നമ്മുടെ എയർബേസുകൾ അവിടെ 14-19 എയർബേസുകളിൽ 11 നമ്മൾ തകർത്തതിൽ നൂർഖാൻ എയർബേസ് ഉണ്ട്, സർഗോദ എയർബേസ് ഉണ്ട്. സർഗോദ എയർബേസിൻ്റെ അടുത്താണ്
കിരാന ഹിൽസ്. കിരാന ഹിൽസ് സിനുവിൻ്റെ ഉത്തരത്തിലേക്ക് കൂടി ഞാൻ വരാം. അതെ. പിന്നെ ജക്കബാദ എയർബേസ് ഉണ്ട്. അപ്പോൾ അമേരിക്കയുടെ ആണവായുധങ്ങൾ, ഇപ്പോൾ പാകിസ്ഥാൻ ആണവായുധം ഇല്ലെന്ന് നമ്മൾ സൈദ്ധാന്തികമായി തിയററ്റിക്കലായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ്റെ പക്കലുള്ള ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എയർബേസുകൾ നൂർഖാനും സർഗോദയും ജക്കബാദയുമാണ്. അവിടെ കയറി ഇന്ത്യ അടിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന ആണവായുധങ്ങളുടെ ഉടമസ്ഥം വിറച്ചുപോയി. ആര്? അമേരിക്ക. അതുകൊണ്ടാണ് പെട്ടെന്ന് വെടിനിർത്തൽ. തീർന്നില്ല, കേൾക്കൂ. ഉടനെ ഈ NCAയുടെ മീറ്റിംഗ് ചേർന്നപ്പോൾ ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ പാകിസ്ഥാൻ ആലോചിക്കുന്നു എന്നൊക്കെ വാർത്ത വന്നെങ്കിലും ആ NCA മീറ്റിങ്ങിൻ്റെ തീരുമാനം എന്താ അറിയോ? ഉചിതമായ തീരുമാനമെടുക്കാൻ പ്രധാനമന്ത്രിയെ ചുമതലപ്പെടുത്തി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അപ്പോൾ തന്നെ അമേരിക്കയെ ബന്ധപ്പെട്ടു. ഇതാണ് അവസ്ഥ, ചേട്ടൻ വെച്ചിരിക്കുന്ന സാധനമൊക്കെ ഇവർ അടിച്ചു കളഞ്ഞു. നൂർഖാൻ എയർബേസ് എന്ന് പറയുന്ന സാധനം പാകിസ്ഥാൻ്റെ കൺട്രോൾ ആൻഡ് കമാൻഡ് സെൻ്ററാണ്. ഇത് അമേരിക്ക നിർമ്മിച്ചു കൊടുത്താണ്. അവിടെ ഏറ്റവും അവസാനം പിന്നീട് വന്ന വാർത്തകൾ നൂർഖാൻ എയർബേസ് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. നമ്മൾ ഉഴുതു മറിച്ചു, ബ്രഹ്മോസൊക്കെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്തു നൂർഖാനിലേക്ക്. അപ്പോൾ ആ നൂർഖാൻ എയർബേസ് അമേരിക്കയുടെ താവളമായിരുന്നു. അമേരിക്ക അവിടെ പാകിസ്ഥാനിലെ അസിം മുനീറിനെ പോലും പ്രവേശനമില്ലാത്ത എയർബേസ് ആയിരുന്നു നൂർഖാൻ. പേര് പാകിസ്ഥാൻ്റെ ആണെങ്കിലും അത് അമേരിക്കയുടെ കംപ്ലീറ്റ് കൺട്രോളുള്ള സാധനമായിരുന്നു. നമുക്കിതറിയാൻ മേലായിരുന്നു എന്ന് നമ്മൾ ഭാവിക്കുന്നു. കാരണം പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല, അമേരിക്കയും പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ആയിരുന്നു, ഞങ്ങൾ അടിച്ചു. ഇനി അമേരിക്കയുടെ ആണെന്ന് അമേരിക്കയ്ക്ക് പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ സാധനം അവിടെ ഇരുന്നത് അവിടെ അടിച്ച് തകർത്തു, അതിൻ്റെ ബങ്കറുകൾ തകർത്തു. അത് ഒരു പക്ഷേ അമേരിക്കയ്ക്ക് പോലും പറയാൻ പറ്റുന്നില്ല അമേരിക്കയ്ക്കുണ്ടായ നാശനഷ്ടങ്ങൾ. കണക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല. ഇരുട്ടത്ത് ചില അടി കിട്ടിയാൽ, അനാശാസ്യമായ കാര്യത്തിന് മുമ്പ് ഇരുട്ടത്ത് അടി കിട്ടിയാൽ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അമേരിക്ക രഹസ്യമായി കൊണ്ടുവച്ചിരുന്ന സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമായി. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നൂർഖാനിലേക്ക് ഈ പാകിസ്ഥാനിലെ ആർക്കും പ്രവേശനമില്ലാതെ അമേരിക്ക എക്സ്ക്ലൂസീവായിട്ടുള്ള ബേസ് തകർത്തു. ആ സമയത്താണ് ഈ ടോപ്പ് മിലിറ്ററി കൗൺസിലായ NCA മീറ്റിംഗ് ചേർന്നിട്ട് ഒരു കാര്യം ചെയ്യുക, നിങ്ങളും ഒരു തിരിച്ചടി പോലത്തെ ഒരു സംഭവമൊക്കെ പ്ലാൻ ചെയ്തോ എന്ന് പറയുന്ന സമയത്ത് തന്നെ അമേരിക്ക ഈ യുദ്ധം ഇനി എസ്കലേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇനി അടി കിട്ടിയാൽ എയർബേസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ തകർക്കപ്പെടും. ഇത് അമേരിക്കയ്ക്കാണ് അടി കൊണ്ടത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ് അമേരിക്ക യുദ്ധം തീർക്കണം എന്ന തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾക്ക് ശ്രമിച്ചത്. JD വാൻസ് മോദിയെ വിളിച്ചിരുന്നു. അതെ. അപ്പോൾ എന്താ പറഞ്ഞത്? അത് ചേട്ടൻ്റെ വിളിക്ക് സന്തോഷം, പക്ഷേ ലവനോട് പറ അവൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അമേരിക്ക ഇടപെട്ടു നമ്മൾ നിഷേധിക്കുന്നില്ല. നമ്മൾ പരസ്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അനൗദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. JD വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലെ ആരെയാണെന്നറിയില്ല, ആരെയാണെന്ന് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് ചിലപ്പം മിലിറ്ററി ഓഫീസർമാരെന്ന് പ്രധാനമന്ത്രിയെ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ NSA ആയിരിക്കാം, അജിത് ഡോവലിനെ ആയിരിക്കും, ആരെയോ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങൾ തോക്കൊക്കെ മടക്കി താഴ്ത്തിയേക്കാം എന്നല്ല പറഞ്ഞത്, വിമാനങ്ങൾ തിരിച്ചിറക്കിയേക്കാം എന്നല്ല പറഞ്ഞത്. മറിച്ച് ഞങ്ങളുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലവനാണ്, അവൻ വിളിക്കട്ടെ, ചേട്ടൻ മാറി നിൽക്കുക, അവൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 1:15 ലവൻ വിളിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് വിളിച്ചപ്പോൾ നമ്മൾ എടുത്തില്ല. കാരണം നമുക്ക് ഇത്തിരി പണിയൂടെ തീർക്കാനുണ്ട്. ആ പണിയൂടെ ആ ഗ്യാപ്പിൽ തീർത്തു. വീണ്ടും 3:15 വിളിച്ചു. അപ്പോൾ നമ്മൾ എടുത്തിട്ട് പറഞ്ഞു, നീ ആദ്യം വെടി നടത്തുക, അപ്പോൾ ഞങ്ങൾ ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി നിർത്തിയത്, പൂർണ്ണമായി നിർത്തിയിട്ടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഇനി ഇപ്പോഴത്തെ വാർത്ത, ഇനി സിനു പറഞ്ഞ പുതിയ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളും സാറ്റലൈറ്റിൽ കാണുന്നുണ്ടല്ലേ? അതെ. ഏത് സ്ഥലവും ഇന്നത്തെ ചിത്രം അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ചിത്രവും അറിയാം. ലോകപ്രശസ്തനായ സാറ്റലൈറ്റ് ഇമേജറി എക്സ്പെർട്ടും ജിയോ ഇൻ്റലിജൻസ് റിസർച്ചറുമാണ് ഡാമിയൻ സൈമൺ ഇന്നലെ എക്സിൽ ഏതാനും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു. അതായത് മെയ് 10 മുമ്പുള്ള കിരാന ഹിൽസിൻ്റെ ചിത്രം, മെയ് 10 ശേഷമുള്ള കിരാന ഹിൽസിൻ്റെ ചിത്രം. ഇതിൽ വളരെ വ്യക്തമാണ് മിസൈൽ വന്ന് കിരാന ഹിൽസിൻ്റെ ഒരു ഭാഗത്ത് പതിച്ചു, അതിൻ്റെ ഡാമേജുകൾ വ്യക്തമാണെന്നുള്ള ചിത്രമാണ് ഇന്നലെ ഡാമിയൻ സൈമൺ റിലീസ് ചെയ്തത്. അപ്പോൾ അമേരിക്ക പറയുന്നു, അമേരിക്ക ഒന്നും പറഞ്ഞില്ല. പാകിസ്ഥാൻ പറയുന്നു, കിരാന ഹിൽസോ, അതവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇന്ത്യ പറയുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ പത്രസമ്മേളനം, ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസിൻ്റെ പത്രസമ്മേളനം നടക്കുന്നു ഇന്ത്യയുടെ. അപ്പോഴത്തേക്ക് ചോദിച്ചു, നമ്മൾ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ
സ്റ്റോക്ക് പൈൽസ് സൂക്ഷിച്ചിരിക്കുന്ന കിരാന ഹിൽസിൽ ആക്രമിച്ചോ? ഉടനെ അദ്ദേഹം ചോദിച്ചു പറയും, കിരാന ഹിൽസോ അവിടെ ഉണ്ടോ? അത് ശരിയാ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് മറുപടി. അതൊരു ആ മറുപടി ഒരു രസകരമായ ഒരു തമാശ കലർന്ന മറുപടിയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്നല്ലോ പറഞ്ഞത്. അവിടെ ഉണ്ടല്ലേ, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ, ഇന്ന് നോക്കാട്ടോ എന്ന് പറഞ്ഞ് വിടുമായിരുന്നു. അപ്പോൾ നമ്മൾ നിഷേധിക്കാൻ പോയില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് ഉണ്ടായ വാർത്തകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമേരിക്കയുടെ ഇത്ര റേഡിയേഷൻ കണ്ടെത്തുന്ന വിമാനം ആ മേഖലയിൽ പറക്കുന്നതിൻ്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ്സ് പുറത്തു വന്നു, വാർത്തകൾ പുറത്തു വന്നു. ഈജിപ്തിൽ നിന്ന് നൈൽ നദീതീരത്തെ മണ്ണ്, ബോറോൺ അടങ്ങിയ മണ്ണ്, ഈ ആറ്റമിക് റേഡിയേഷൻസ് അണുവികിരണത്തെ ചെറുക്കാൻ പറ്റുന്ന ബോറോൺ മൂലകം സമൃദ്ധമായി നമ്മുടെ ഇവിടെ ഇൽമനേറ്റും ഒക്കെ തോറിയും ഒക്കെ അടങ്ങിയ കരിമണൽ നമ്മുടെ ആലപ്പുഴ കൊല്ലം തീരത്തുള്ളതുപോലെ നൈൽ നദീ തീരത്തുള്ള ബോറോൺ അടങ്ങിയ മണ്ണും കൊണ്ട് ഒരു ട്രാൻസ്പോർട്ട് വിമാനം പാകിസ്ഥാനിൽ ഈജിപ്തിൽ നിന്ന് വന്നിറങ്ങി ഈ മണ്ണങ്ങോട്ട് പോയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ അവരെ ബ്രഹ്മോസ് ഉപയോഗിച്ച് നമ്മൾ കിരാന ഹിൽസ് ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഡാമിയൻ സൈമൻ്റെ ഈ ചിത്രങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹം വിശകലനം ചെയ്യുന്ന ആളാണ്, എക്സ്പോർട്ടാണ്, ഈ രംഗത്തെ എക്സ്പോർട്ടാണ്. അദ്ദേഹം പറയുന്നത് കിരാന ഹിൽസിൽ ഇന്ത്യ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഡാമേജ് എത്രയെന്ന് അറിയില്ല, അത് ഒരു പക്ഷേ നിൻ്റെ ഈ സംഭവം ഇവിടെയാണ് ഇരിക്കുന്നത് അറിയാം, ഞാൻ ഇവിടെ അടിക്കും എന്നൊരു മുന്നറിയിപ്പായിരിക്കാം. അല്ലെങ്കിൽ ഡാമേജ് എത്രയാണെന്നുള്ളത് ഭൂമിക്കടിയിലുള്ള ബങ്കറുകളിൽ, ഗർത്തങ്ങളിലാണ് എൻ്റെ ഓഫീസും സാധനങ്ങളൊക്കെ ഇത്. അവിടെ വലിയ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള കാഷ്വാലിറ്റി, അപകടം ഉണ്ടായിട്ടാണ്. ഒരുപക്ഷെ ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അകത്തു പോയ ഈ സാധനം ഇനി തിരിച്ചെടുക്കാൻ അകത്തുള്ള ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽസ് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ അത് ഹാമിയൻ സൈമണിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം ഗൂഗിൾ എർത്തിൽ നിന്നെടുത്ത ചിത്രങ്ങളിട്ട് എക്സിലൂടെ സമർത്ഥിക്കുന്നത് നമ്മളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താറുണ്ട് അല്ലേ? അതൊന്നും ലോകം മുഴുവൻ ചർച്ച ചെയ്യാറില്ല. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഡാമിയൻ സൈമണിനെ കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുക. കാരണം അത്ര ആധികാരികവും അത്ര സെൻസേഷണലും അത്ര ശ്രദ്ധിക്കപ്പെടുന്നതുമാണ് ഈ സൈമണിൻ്റെ വെളിപ്പെടുത്തൽ. അത് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ടാണ് നമ്മളും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഈ വിഷയം ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ കിരാന ഹിൽസിൽ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് സൈമൺ ബോധ്യപ്പെടുത്തുകയാണ്. സൈമണിൻ്റെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം. കാരണം സൈമൺ മുമ്പ് ഇടപെട്ടിരുന്നു. അതായത് നമ്മുടെ ആദംപൂർ എയർബേസ് തകർത്തു എന്ന് പാകിസ്ഥാൻ ഹാൻഡിൽസ് വാർത്തകൾ പുറത്തുണ്ട്. ഇന്ത്യയുടെ എയർബേസ് തകർത്തു. എയർബേസ് മാത്രമല്ല, അവിടെ ഉണ്ടായിട്ട് സുഖോയി 30 MK വിമാനവും S-400 തകർത്തു എന്നാണ് പാകിസ്ഥാൻ പുറത്തുവിട്ടത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സന്നാഹം തകർത്തു. റഷ്യ കൊടുത്തതാണ്. അതൊക്കെ തവിട് പൊടിയാക്കി ആദംപൂർ എയർബേസ് ഇനിയില്ല എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നു. പക്ഷേ ഡാമിയൻ സൈമൺ ഈ വാർത്ത വന്ന അന്നത്തെ ദിവസത്തെയും അതിൻ്റെ പിറ്റേ ദിവസത്തെയും ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുള്ള ദിവസങ്ങളിലെയും ചിത്രങ്ങളാണ് ഈ ആദംപൂർ എയർബേസിൻ്റെ ചിത്രങ്ങൾ, സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിനകത്തൊരു MiG-29 വിമാനം ആദംപൂർ എയർപോർട്ടിൽ ഇവർ തകർത്തു എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം റൺവേ കിടക്കുന്ന ചിത്രമാണ് കാണിച്ചത്. എയർപോർട്ടിന് ഒന്നും സംഭവിച്ചില്ല. ഡാമിയൻ സൈമണിൻ്റെ ഈ വെളിപ്പെടുത്തൽ വന്നതിൻ്റെ പിറ്റേ ദിവസം നരേന്ദ്രമോദി ആദംപൂർ എയർപോർട്ടിൽ വന്നിറങ്ങി, എയർബേസിൽ ഇറങ്ങി, പട്ടാളക്കാരെ കണ്ടു. എന്നിട്ട് ചിത്രമെടുത്ത് പുറകിൽ പാകിസ്ഥാൻ തകർത്തു എന്ന് പറയുന്ന വിമാനത്തിന്റെ ചിത്രം, വിമാനമല്ല S-400 ചിത്രം ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ല? നമ്മുടെ തകർത്തു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി മോദി ഇറങ്ങിയിട്ട് കൊണ്ട് ഒന്നും ഒരു പുല്ലും സംഭവിച്ചിട്ടില്ല എന്ന് കാണിച്ചു. അങ്ങനെ ഡാമിയൻ സൈമൺ എന്ന് പറയുന്ന ഈ സാറ്റലൈറ്റ് ഇമേജറി എക്സ്പെർട്ട്, ജിയോ ഇൻ്റലിജൻസ് റിസർച്ചർ, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി മുമ്പ് തെളിയിച്ചിട്ടുണ്ട് ആദംപൂറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കിരാന ഹിൽസിൻ്റെ കാര്യത്തിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വിടുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒന്നും പറയാൻ പോകുന്നില്ല, അടി കിട്ടിയ കാര്യം പാകിസ്ഥാനും പറയാൻ പോകുന്നില്ല, ഞങ്ങളുടെ സാധനത്തിനാണ് പരിക്ക് പറ്റിയതെന്ന് അമേരിക്കയും പറയാൻ പോകുന്നില്ല. പക്ഷേ ചിത്രങ്ങൾ സത്യം പറയും. അതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.